പ്രൈസ് ദി ലോർഡ്. ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഈ വാക്യം നാം പരിശോധിക്കുമ്പോൾ ദാനിയേൽ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്നുള്ളത്. 1. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥനയിൽ ഒരു സ്ഥിരതയുണ്ടായിരിക്കണം. 2. പ്രാർത്ഥിക്കുന്നവന് സമയവ്യത്യാസമില്ല. ഏതു സമയത്തും തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് കഴിയും. 3. സ്ഥലവ്യത്യാസമില്ല. പ്രാർത്ഥിക്കുന്നവന് യാത്രയിലോ കാരാഗ്രഹത്തിലോ വഴിയരികിലോ വീട്ടിലോ സഭയിലോ എവിടെ വെച്ചും അവന് പ്രാർത്ഥിക്കുവാൻ കഴിയും. 4. പ്രാർത്ഥിക്കുന്നവന് ഭയമില്ല. അവൻ്റെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും തടസ്സമായി വരുന്ന ഒരു നിയമത്തെയും അവൻ ഭയക്കുന്നില്ല. കാരണം എല്ലാ നിയമങ്ങൾക്കും അതീതനായ ദൈവത്തോടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് എതിരെ വരുന്ന നിയമങ്ങൾ ഒരു പ്രശ്നമല്ല. കുടുംബത്തിൻ്റെ അവസ്ഥ അവനൊരു വിഷയമല്ല. സാമ്പത്തികം ഒരു തടസ്സമല്ല. ഇതിനൊക്കെ ഒരു മാറ്റം തരുവാൻ ദൈവം സർവശക്തനാണ്. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.